എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. കനത്ത മഴയിൽ അടയ്ക്കാക്കൊണ്ട് ചങ്ങണംകുന്നിലെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. 2 വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. പനയൻ നീർച്ചയുടെ വീടിനോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞത്. താഴത്തെ വീട്ടുകാരനായ ചിറ്റേക്കാട്ടിൽ സണ്ണിയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത്. സണ്ണിയുടെ അടുക്കള ഭാഗം തകർന്നിട്ടുണ്ട്. കടുത്ത ദുരിതത്തിലാണ് ചങ്ങണംകുന്നിലെ കുടുംബങ്ങൾ കഴിയുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് നിരവധി വീടുകൾ. മണ്ണിടിഞ്ഞതോടെ നീർച്ചയുടെ വീട് പൂർണ്ണമായും മറിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ് കുടുംബങ്ങൾ. നീർച്ചയുടെ വീട്ടിൽ നിന്ന് താമസം മാറ്റാൻ ഒരുങ്ങുകയാണ് കുടുംബം. കടും കുത്തനെയുള്ള സ്ഥലത്താണ് ഇവിടെ നിരവധി വീടുകളും കുടുംബങ്ങളും കഴിയുന്നത്. മഴ ശക്തമായി തുടർന്നാൽ കനത്ത മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലമാണത്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് ചങ്ങണംകുന്ന് ബിന്ദുവിന്റെ വീടിന്റെ ഭിത്തി താഴെ രശ്മിയുടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞിരുന്നു. അധികൃതരിൽ നിന്ന് യാതൊരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. കല്ലും മണ്ണും ഇതുവരെയും വീടിന് മുകളിൽ നിന്ന് മാറ്റിയിട്ട് പോലുമില്ല. കടുവയുടെ ആക്രമണ ഭീതി കൂടി നിൽക്കുന്ന പ്രദേശമാണ് ചങ്ങണംകുന്ന്. ഇതാണ് മഴക്കാലം കഴിഞ്ഞാൽ കയറാൻ ബുദ്ധിമുട്ട്. പിന്നെ 2 ദിവസം മഴക്കാണ് ഇത് പുള്ളിടിഞ്ഞ് നമ്മുടെ പേരക്കൊക്കെ നല്ല ഭീഷണിയാണത്. പിന്നെ കടുവേന്റെ ശല്യം കൊണ്ട് പണിക്ക് പോക്കും നടക്കൂല. അങ്ങനെ ഇപ്പൊ അതിന്റെ ആകെ അടങ്ങാറായി. ഇതിപ്പോ ആ സൈഡൊക്കെ പൊട്ടിയിരിക്കുകയാണ്. എപ്പോഴാ പോയിരുന്നെന്ന് പറയാൻ പറ്റൂല. അതിപ്പോ ഇന്നാള് പറഞ്ഞ കഴിഞ്ഞ ദിവസം മഴയൊക്കെ ഇടിഞ്ഞു വീണത്. എന്നിട്ട് അവരൊക്കെ കുറിച്ച് മാറ്റി. ഇപ്പൊ ഇതൊക്കെ മാറ്റണമെങ്കിൽ മണ്ണെടുത്ത് മാറ്റണം. കോഴിക്കോടൊക്കെ മാറ്റണമെങ്കിൽ പിന്നെ ടാങ്കൊക്കെ ഇരിക്കും. അവിടെ ഇടിഞ്ഞു വന്നാൽ ടാങ്കൊക്കെ പോകുന്ന മാറ്റൽ നടക്കൂല. വെള്ളം നിറച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.